ആപ്കി അദാലത്തിൽ കോമഡി കിങ് കപിൽ ശർമ്മയുടെ മേലുള്ള കുറ്റാരോപണം. ഇദ്ദേഹം ലേറ്റ് ആകുന്നതിൽ പ്രസിദ്ധനാണ്. കപിൽ ഒരു കാലത്ത് വലിയൊരു പബ്ലിസിറ്റി ഉണ്ടായിരുന്നു. അതായത് വലിയ വലിയ സ്റ്റാർസ് എല്ലാം സെറ്റിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമെന്ന്. അനിൽ കപൂർ, അജയ് ദേവ്ഖാൻ, ഷാരൂഖ് ഖാൻ, അക്ഷയ് കുമാർ. പക്ഷേ കപിൽ അവിടെ കാണില്ലെന്ന്. ഇത് ഞാൻ ആ ഫേസിലായിരുന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ്. അതായത് ആങ്സൈറ്റി, ഡിപ്രഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. എനിക്കിങ്ങനെയൊക്കെ ജോലി ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. അതായത് നിങ്ങൾ എന്ത് ജോലി ചെയ്താലും കുഴപ്പമില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് അപ്പോൾ ശരിയല്ലെങ്കിൽ നിങ്ങൾക്കപ്പോൾ ഒട്ടും കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. വണ്ടി അപ്പോൾ ഓടിക്കരുത്. എന്റെ ജോലി എന്താണ്? ആളുകളെ ചിരിപ്പിക്കുക എന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ സന്തോഷം ഇല്ലെങ്കിലോ യുനോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മറ്റൊരാളെ ചിരിപ്പിക്കാൻ പറ്റും? പക്ഷെ നല്ല പ്രഷർ ഉണ്ടാവും. ചെല്ല് ഇതാണ് നിങ്ങളുടെ ജോലി, നിങ്ങളിത് ചെയ്തേ മതിയാവൂ. അപ്പോ ഞാനെന്താ ചിന്തിച്ചെന്ന് വെച്ചാൽ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സിനോട് വേണ്ടെന്നാ പറയുന്നത്. പക്ഷെ നല്ല പ്രഷറുണ്ട്, ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോ 4 റൗണ്ട് അടിച്ചിട്ട് ഞാൻ പറഞ്ഞു ചെയ്യാമെന്ന്. പക്ഷെ ഞാൻ ആരെയും വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല സാർ. ഒരുപാട് തവണ ഷൂട്ട് ക്യാൻസൽ ആയിട്ടുണ്ട്. പക്ഷേ അവരെല്ലാവരും ഒരു വിധത്തില് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്തു. അതായത് അന്ന് ഷാറൂഖ് ഖാൻ ആയിരുന്നു വരേണ്ടത്, ആ ഷോ ക്യാൻസൽ ആയപ്പോ. അതുപോലെ അജയ് ദേവ്ഗൺ സാറിന്റെ ഷോ ക്യാൻസൽ ആയ സമയത്ത് അവരെന്റെ അവസ്ഥ മനസ്സിലാക്കി എന്റെ കൂടെ നിന്നു. ഒരു കലാകാരന്റെ മാനസികാവസ്ഥ നമുക്ക് അപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുക. ഒരുപാട് പേർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഷൂട്ട് ക്യാൻസലായ ഉടനെ ഷാറൂഖ് ഖാനെ അടുത്ത ആഴ്ച തന്നെ ഞാനപ്പോ വേറെ ഏതോ ഷൂട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. എങ്ങനെയൊക്കെ ഞാൻ വീടിന്റെ പുറത്തേക്ക് വന്നു. ചിലപ്പോഴൊക്കെ വരും, എന്നിട്ട് ഷൂട്ട് ചെയ്യും. ഷാറൂഖ് ഖാൻ ഒരു ദിവസം രാത്രി കയറി വന്നു. അദ്ദേഹത്തിന് ഫിലിം സെറ്റിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം വന്നിട്ട് എന്നെ കാറിലേക്ക് വിളിച്ചു, അവിടെ ഇരുത്തി. 1 മണിക്കൂറോളം അവിടെ ഇരുന്നു. നല്ല സ്നേഹത്തോടുകൂടി സംസാരിച്ച് എന്നെ മനസ്സിലാക്കി തന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു, നിന്നെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? പക്ഷെ അതെന്റെ കൺട്രോളിലായിരുന്നില്ല സാർ. അപ്പോ എന്റെ മനസ്സിലുണ്ടായിരുന്നത് ഇതാണ്. എന്റെ കണ്ണിലേക്ക് ഒരു സൂര്യപ്രകാശം വന്നു. എവിടുന്നാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ആരോടും സംസാരിക്കാനും തോന്നില്ല. 100,000 പേരുടെ മുന്നിലാണെങ്കിൽ പോലും ഞാൻ ഈസി ആയിട്ട് സംസാരിക്കും. പക്ഷെ ആ സമയത്ത് എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു 4 പേരുടെ മുന്നിൽ പോലും എനിക്ക് പോകാൻ പറ്റുന്നില്ല. അതായത് ഈ ഡിപ്രഷൻ എന്ന വാക്ക് പോലും നമ്മളൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അതായത് ഞാനൊരു ചെറിയ ടൗണിൽ നിന്ന് വരുന്ന ആളാ. ഇങ്ങനെയുള്ള പേരൊന്നും കേട്ടിട്ടുമില്ല, അല്ലേ? വയറുവേദന, തലവേദന എന്നൊക്കെ കേട്ടിട്ടുണ്ട്. വാട്ട് ഈസ് ദിസ് ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റി? അതെന്താണെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ എനിക്ക് അക്ഷയ് സാർ ഒരു ദിവസം അദ്ദേഹത്തിന് സ്റ്റാറിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. എനിക്കപ്പോൾ പോകാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങൾക്കിടയിൽ നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു, നല്ലൊരു സൗഹൃദം. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്റെ അവസ്ഥ മനസ്സിലാവും. അങ്ങനെ അദ്ദേഹം എന്നെ അദ്ദേഹത്തിന്റെ സെറ്റിലേക്ക് വിളിച്ചു, വന്ന് കാണാൻ പറഞ്ഞു. നല്ല സ്നേഹത്തോടു കൂടി എന്നോട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ ഞാൻ തിരിച്ചു വരാൻ കാരണം ഈ സ്നേഹമൊക്കെ തന്നെയാണ്. ഒരു പ്രാവശ്യം താങ്കൾ തന്നെ പറഞ്ഞിരുന്നില്ലേ, താങ്കൾ ലേറ്റായിട്ട് വരികയാണെങ്കിൽ വരലക്ഷ്മി നോയമ്പ് തന്നെ ലേറ്റാവുമെന്ന്? അല്ല സാർ, ആ സമയത്ത് എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ആക്ച്വലി ഇത്തവണയും അങ്ങനെ തന്നെയായിരുന്നു, അതിന്റെ മുൻപും അങ്ങനെ തന്നെയായിരുന്നു. ഇതെപ്പോഴും നടക്കുന്നതല്ലേ സാർ? ആദ്യത്തെ 1-2 പ്രാവശ്യം കൃത്യമായിട്ട് പോകും, പിന്നീട് ലേറ്റ് ആക്കാൻ തുടങ്ങും. ആക്ച്വലി ഇത് എല്ലാ വീടുകളിലും നടക്കുന്ന കാര്യമാണ്. ചില വ്യത്യാസങ്ങൾ ഉണ്ടാവുമായിരിക്കും. കല്യാണം കഴിഞ്ഞ ഉടനെ കല്യാണത്തിന് പോകുമ്പോഴോ സിനിമയ്ക്ക് പോകുമ്പോഴോ എങ്ങനെയെങ്കിലും 2 പേരും ഒരുമിച്ച് ഒരു ചെയറിലിരിക്കാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങളും ആ സമയത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം, ശരിയല്ലേ? പക്ഷെ കല്യാണം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞാൽ അറിയാം. പിന്നെ ഭാര്യ ഫസ്റ്റ് ഫ്ലോറിൽ ഇരിക്കുന്നുണ്ടാവും, ഭർത്താവാണെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു 10 വർഷം പോവും. ഭാര്യ ആദ്യത്തെ ലൈനിലായിരിക്കും, ഭർത്താവാണെങ്കിൽ ബാൽക്കണിയിൽ. അതായത് ഈ കാലം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഗ്യാപ്പും കൂടിക്കൊണ്ടിരിക്കും. ജീവിതത്തിന്റെ സൗന്ദര്യവും ഇതൊക്കെ തന്നെയാണ് സാർ. അതങ്ങനെ സംഭവിച്ചു പോയി. ഇല്ല, താങ്കളുടെ ഒബ്സർവേഷൻ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ ഒരാൾ തുമ്മിയാൽ പോലും താങ്കൾ വെറുതെ വിടില്ലല്ലോ. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. തുമ്മൽ വെച്ച് അടിപൊളിയായിട്ട് ഒരു എപ്പിസോഡ് തന്നെ താങ്കൾ ചെയ്തില്ലേ സാർ? അതാണോ? അത് സാധാരണ ഒരാളുടെ തുമ്മലല്ലേ? അതെ, അദ്ദേഹം എന്റെ ഫ്രണ്ടാണ്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ നന്നായി പഠിച്ച സോഫിസ്റ്റിക്കേറ്റഡ് ആയി കോട്ടൊക്കെ ധരിച്ചവര്, അവരുടെ സ്റ്റൈല് തന്നെ വേറെയാണ്. അവരെ അടുത്തിരുന്ന് തുമ്മുകയാണെങ്കിൽ അടുത്തിരിക്കുന്നവർക്ക് പോലും അവർ തുമ്മുകയാണെന്ന് അറിയാൻ പറ്റില്ല. എന്നിട്ടൊരു സോറിയും പറയും. പക്ഷെ നമ്മുടെ ആളുകളാണെങ്കിലോ ആദ്യം അടുത്തുള്ള ആളുകളൊക്കെ അങ്ങ് തള്ളി മാറ്റും. എന്നിട്ടൊരു 1-1.5 തുമ്മലായിരിക്കും. ചിലപ്പോൾ അകത്തുള്ള കുടല് പോലും പുറത്തേക്ക് വന്നു എന്ന് തോന്നും. അങ്ങനെയാണ്. നമ്മുടെ സുഹൃത്ത് മുതിർന്ന ചേട്ടൻ ജെസി ചേട്ടൻ, സാറിനും അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം. ജസ്വീർ ജെസി. അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം ഒരാളുടെ വീട്ടിലേക്ക് ചെന്നു. അദ്ദേഹം പോയ വീട്ടിലുള്ളവർക്ക് കുരുവിയെ ഭയങ്കര ഇഷ്ടമാണ്. ആ വീട്ടിലൊരു കുരുവിയുണ്ട്. അത് ഇവിടെ വന്നങ്ങിരിക്കും. പിന്നെ അത് സ്നേഹത്തോടെ നമ്മുടെ ദേഹത്ത് വന്ന് കാഷ്ടിക്കും. ഇദ്ദേഹം അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾ വീട്ടിൽ വളർത്തുന്നതാണല്ലേ? 6 മാസമായിട്ട് വളർത്തുന്നതാണ്, എന്നോട് നല്ല സ്നേഹമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ജെസി ചേട്ടന് തുമ്മൽ വന്നു. അപ്പോൾ അദ്ദേഹം നല്ല ഹെവി ആയിട്ട് തന്നെ തുമ്മാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന ആ കുരുവി എങ്ങോട്ട് പോയെന്ന് ഒരു പിടിയില്ല. അതൊരു സൈബീരിയൻ കിളിയായിരുന്നു.
അത് വഴിമാറി യുഗാണ്ടയിലേക്ക് പോയി. ഇതുപോലെയുള്ള ആളുകളൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടെന്നേ. താങ്കൾ എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യാറുണ്ടല്ലേ? ഒരാൾ ശ്വാസം വിട്ടാൽ അതുപോലും ഒബ്സർവ് ചെയ്യുന്നു. അതെ സാർ, എനിക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമാണ്. അവിടെ ഇരിക്കുന്ന ഒരാളെ കണ്ടില്ല, നല്ല താടിയൊക്കെ ആയിട്ട്. അദ്ദേഹത്തിന്റെ വിരലുകൾ കൊണ്ട് അത് തടവുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഫിംഗറുകൾ കൊണ്ട് തടവുന്നു. നിങ്ങളുടെ ആ സ്റ്റൈൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സത്യമായിട്ടും ഒരു കൊള്ളക്കാരന്റെ വേഷമൊക്കെ ഇട്ട് തോക്ക് വെച്ചെന്നാ ഒരു ബാഗ് തന്നെ കൊള്ളയടിക്കാം. നിങ്ങൾ ആർക്കാണ് ചോദ്യം ചോദിക്കാനുള്ളത്? സാർ, എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിറയെ ഈവന്റ് ഷോയ്ക്കെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ അമ്മ നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്നത്. ശരി. അപ്പൊ ഇന്നേക്ക് എന്താ കൂട്ടിയിട്ട് വരാത്തെ? മമ്മി ആക്ച്വലി വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന സമയമാണിത്, സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട്. മമ്മി എപ്പോഴും എന്റെ ഫിലിം ഷൂട്ട് ലൊക്കേഷനിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു ഗുണവും ഉണ്ട്. എന്നെ പ്രസവിച്ച എന്റെ അമ്മ എന്റെ മുന്നിലുള്ളപ്പോ, അതായത് ഞാൻ എപ്പോഴും എന്റെ വായിന്ന് അങ്ങനെ മോശം വാക്കുകളൊന്നും വരില്ല. അതായത് നമ്മുടെ ഷോസ് ഫാമിലിയും കാണുന്നുണ്ടല്ലോ. അതായത് എന്റെ അമ്മ മുന്നിലുള്ളപ്പോൾ എനിക്കതൊരു ഫിൽട്ടർ പോലെയാണ്, ഒരു ഓൺലൈൻ എഡിറ്റിംഗ് പോലെ. ഇപ്പോ റെക്കോർഡ് നോക്കുകയാണെങ്കിൽ കയ്യിൽ മൈക്ക് പിടിച്ചുകൊണ്ട് അധികമായിട്ട് കോമഡി ചെയ്തത് താങ്കളാണ്, ഈ ലോകത്ത് തന്നെ കൂടുതൽ. താങ്കളുടെ ഈ ശീലം അത് അമ്മയുടെ അടുത്ത് നിന്നാണോ താങ്കൾക്ക് കിട്ടിയത്? കാരണം ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്, താങ്കളുടെ അമ്മയുടെ അടുത്ത് ഒരു മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വിടാറില്ല. അതെ, അത് അങ്ങനെ തന്നെയാണ്. ന്യൂയോർക്കിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ജെസി ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അമ്മയുടെ കയ്യിൽ മൈക്ക് കൊടുത്തു. എനിക്കറിയാലോ എന്റെ അമ്മ ആരെ പോലെയാണെന്ന്. അല്ല, ഞാനാണ് അമ്മയെ പോലെ. അമ്മയാണെങ്കിൽ മൈക്ക് തരുന്നേ ഇല്ല. അമ്മ അങ്ങനെയാണ്, ഞങ്ങളുടെ കുടുംബവും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും. ഒരു ചെറിയ പെൺകുട്ടിയില്ലേ? അതെ സാർ. അവളും താങ്കളുടെ പാട്ട് പാടാറില്ലേ? അതെ സാർ, അവൾക്കും പാട്ടും മ്യൂസിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. നമ്മുടെ അടുത്ത് ആ വീഡിയോ ഉണ്ട്, പ്ലേ. അതെയോ? അവൾക്കത് കറക്റ്റായിട്ട് പറയാൻ അറിയില്ല. അവള് മേനാദ്യ അക്ലേ ലെഗ് ലെഗിൽ എന്നാ പറഞ്ഞേ. അവൾക്കത് ഒരുപാട് ഇഷ്ടമാണ് സാർ. ഇപ്പോ 3 വയസ്സാവുന്നു. അപ്പോ അമ്മയുടെ പക്കലും ഉണ്ട്, കപിലിന്റെ അടുത്തും ഉണ്ട്, മകളുടെ അടുത്തും ഉണ്ട്. അതെ സാർ. അങ്ങനെയാണെങ്കിൽ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണോ കുടുംബത്തിൽ മൊത്തത്തിൽ? അതെ സാർ, ശരിയാണ്. ജീനിലതുണ്ട് സാർ. എന്റെ അച്ഛനും ഒരു കലാകാരനായിരുന്നു. അദ്ദേഹത്തിന് പോലീസ് ജോലിയായിരുന്നു പ്രധാനം. അദ്ദേഹം അങ്ങനെ ജോലി ചെയ്തു. പക്ഷേ എന്നാലും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് സിനിമയിൽ ഒന്ന് ചെറുതായിട്ട് മുഖം കാണിക്കണമെന്നും അതുപോലെ പാട്ട് പാടണമെന്നും ഒക്കെ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ഉറപ്പായിട്ടും പറയാൻ പറ്റും സാർ, ഇതൊരു തരം മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണ് സാർ. അതായത് എല്ലാവരും കലാകാരന്മാരാണ്. താങ്കളുടെ മമ്മിയെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, പാട്ടുപാടി മുകളിലുള്ള വീട്ടിൽ പോയി ഫീസ് വാങ്ങിച്ചത്. ഏയ് അല്ല, എന്റെ അമ്മയ്ക്ക് ഫോക്ക് നന്നായിട്ട് വരും. അതായത് പഞ്ചാബി പാട്ട്, ഈ ലേഡീസ് സംഗീതമൊക്കെ പാടില്ലേ ഈ കല്യാണത്തിനൊക്കെ. മമ്മിക്ക് ഒരുപാട് ഫോക്ക് സോങ്സ് ഒക്കെ അറിയാം. ഒരു ദിവസം അമ്മ വീട്ടിലുണ്ടായിരുന്നപ്പോ ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ മുകളിൽ ഒരു താമസക്കാരുണ്ടായിരുന്നു. മമ്മി അവിടെ പോയി സംസാരിച്ച് പാട്ടൊക്കെ പാടി തിരിച്ചു വന്നു. അവരെന്റെ അമ്മയെ അവരുടെ സ്വന്തം അമ്മയെ പോലെയാണ് കണ്ടിരുന്നത്. അതായത് ഇപ്പോ ഈ പഞ്ചാബികൾക്കൊരു ശീലമുണ്ട്. അതായത് ഒരു 10,000 രൂപ അമ്മയ്ക്ക് കൊടുത്ത് അമ്മയെ ആശീർവദിച്ചു. അമ്മ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ അവിടെ പോയി പാടി മോനെ. അവരെനിക്ക് പേയ്മെന്റും തന്നു. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് അവര് സ്നേഹം തന്നല്ലേന്ന്. അപ്പൊ അമ്മ പറഞ്ഞു, അല്ല, പേയ്മെന്റ് തന്നത്. താങ്കൾക്ക് ഇങ്ങനെ അങ്ങ് ശീലമായോ? താങ്കളുടെ മമ്മിയെയും കളിയാക്കുന്നു, അതുപോലെ ഇന്നിയെയും കളിയാക്കുന്നു, അർച്ചന പൂരൻ സിംഗിനെയും കളിയാക്കുന്നു. അർച്ചന പൂരൻ സിംഗിന് പൈസയെങ്കിലും കിട്ടുന്നുണ്ട്. എന്റെ അമ്മയ്ക്കാണെങ്കിൽ പൈസ പോലും കിട്ടുന്നില്ല. എനിക്കെന്താ തോന്നുന്നു വെച്ചാൽ, നമ്മളെ നമുക്ക് തന്നെ കളിയാക്കാൻ പറ്റുമെങ്കിൽ വേറെ ആർക്കും കളിയാക്കാൻ പറ്റും സാർ. മറ്റുള്ളവരെ മാത്രം കളിയാക്കിയാൽ എങ്ങനെയാ സാർ? നമ്മൾ ജീവിക്കുന്നത് തന്നെ വളരെ കുറച്ച് വർഷങ്ങളാ. ഓ, ചിരിച്ച് സന്തോഷമായിട്ടിരിക്കണ്ടേ? അല്ലെങ്കിൽ ഈ ജീവിതം വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. സങ്കടം വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, പുറത്ത് ആളുകളുടെ മുഖത്ത് ചിരി എന്ന സാധനമേ ഇല്ല. ഇപ്പോ നമ്മുടെ ഒരു സിഗ്നലൊക്കെ നിൽക്കുകയാണെങ്കിൽ ആളുകളുടെ മുഖം ഇങ്ങനെ ഉണ്ടാവും. ചില സമയങ്ങളിൽ നമ്മുടെ മൂഡ് വല്ലാതെ സ്പോയിലാവും. ആ പച്ച ലൈറ്റ് ഒന്ന് തെളിഞ്ഞാൽ പോലും നമ്മൾ അവിടുന്ന് പോവില്ല. നമ്മൾ ഒച്ച വെച്ച് പറയണം, ഇതിൽ കൂടുതൽ ഇത് പച്ചയാവില്ല, വണ്ടി എടുക്കുന്നു പറയണം. എല്ലാവരും ടെൻഷനിലാണ്. അതുകൊണ്ട് എത്രത്തോളം ചിരിച്ച് സന്തോഷിക്കാൻ നമുക്ക് പറ്റുമോ അത് അത്രയും നല്ലതാണ്. കപിൽ, സത്യം പറയുകയാണെങ്കിൽ ആപ്കി അദാലത്ത് എന്നുള്ള ഈ ഷോ ഇത്രയും സമയം പോയതുപോലും ഞങ്ങൾ അറിഞ്ഞില്ല. അയ്യോ, ഷോ ഇത്ര ഉടനെ കഴിഞ്ഞോ? വാവ്.